വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണല്ലേ നമ്മളെല്ലാവരും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഏത് പോർഷനാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്? ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫിസിക്സിലെ രണ്ടാമത്തെ മൊഡ്യൂള്, നമ്മുടെ സിലബസിൽ വരുന്ന രണ്ടാമത്തെ മൊഡ്യൂളിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഏകദേശം കുറേയൊക്കെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് ആയാലും നമ്മൾ പ്ലസ് ടുവിൽ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സ് വരുന്നത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ അണ്ടറിലാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ അണ്ടറിൽ നമുക്ക് കണക്കാക്കാം. പിന്നെ മൊഡ്യൂൾ സെക്കൻഡിൽ വരുന്ന ബാക്കിയുള്ള ടോപ്പിക്സ്, ഇപ്പം കറണ്ട് ഇലക്ട്രിസിറ്റി, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അതുപോലെ സെമി കണ്ടക്ടർ ഡിവൈസസ് പോലെയുള്ള ടോപ്പിക്സ് ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ 1, 2, 3, 4, 5, 6, 7 ചാപ്റ്റേഴ്സിലായിട്ടാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 14ാമത്തെ ചാപ്റ്ററിലായിരിക്കും അതിന്റെ കണ്ടന്റ് വരിക. അപ്പോൾ നമുക്ക് റെഫറൻസിനും കൂടുതൽ ഡീറ്റെയിൽഡ് പഠനത്തിനുമായിട്ടൊക്കെ നമുക്ക് NCERT ടെക്സ്റ്റ് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിക്കൊണ്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിലൊരു കൺസെപ്റ്റ് ഓരോന്നും നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അതിനുശേഷം നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും എന്താണ്, കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. എല്ലാത്തിൻ്റെയും ഒരു ഫൈനൽ ഒരു എക്സ്പ്രഷൻ, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഉയർത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്ന് നമുക്ക് തുടങ്ങാം. എന്താണെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു ഫിനോമിനയാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും എന്താണ്, ഒരു കളിയോ തമാശയായിട്ടോ ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു സാധനങ്ങളായിരിക്കും വലിയ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കൺസെപ്റ്റുകൾക്ക് ഒരു മുന്നോടിയായിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്, ഒരു ചീപ്പ് അല്ലെ ഒരു കോമ്പ് അല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുത്ത് നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ ഉരസിയതിന് ശേഷം, റബ്ബ് ചെയ്തതിന് ശേഷം കുറച്ച് പേപ്പർ ബിറ്റ്സ് ആക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞ് അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേപ്പർ ബിറ്റ്സ് ആ സ്കെയിലിലേക്കോ അല്ലെങ്കിൽ കോമ്പിലേക്കോ ഇതുപോലെ അട്രാക്റ്റഡ് ആവുന്നത് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഒരു ബലൂൺ, അതെടുത്ത് നമ്മുടെ എന്താ പറയാ റബ്ബിങ്, ബലൂണിന് നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ മുടി അതിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെയുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് ബലൂണിന്റെ എക്സാമ്പിൾ. ബലൂണിനെ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കുറച്ച് പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ ബിറ്റ്സിനെ ഈ ബലൂണ് അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതൊക്കെ ഓരോ എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേറൊരു എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രയർ യൂസ് ചെയ്തിട്ടാണല്ലോ തുണി ഡ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ഡ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ തുണി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് കാണാം ഈ തുണികളെല്ലാം കൂടെ പരസ്പരം ഒരു കെട്ടിപ്പിണഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് അല്ലെ. നമ്മൾ പതുക്കെ അതിൽ നിന്നൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ തുണികൾ ഈ ക്ലോത്ത്സ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഹൈ സ്പീഡിലാണ് അവർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് അവർ ഭയങ്കരമായിട്ട് പരസ്പരം ഉരസുന്നുണ്ട്, അതായത് അവർക്കിടയിൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഫ്രിക്ഷൻ കാരണമായിട്ട് അവിടെ ചാർജ് ഡെവലപ്പ് ചെയ്യുകയും ചാർജുകൾ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ കാരണം അവരെങ്ങനെ സ്റ്റിക്കായി നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് വാഷിംഗ് മെഷീന്റെ ഡ്രയറിൽ നിന്ന് നമ്മൾ അവരെ എടുക്കേണ്ടി വരുമ്പോൾ. അപ്പൊ അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അത്രത്തോളം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഓക്കെ, ഇനി ആ പേര് എന്താണ് ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന എക്സാമ്പിൾസിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയി പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം റബ്ബ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉരസുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഫ്രിക്ഷന്റെ ഒരു റോൾ അവിടെ വരുന്നുണ്ട്. രണ്ട് സാധനങ്ങൾ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉരസുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ. യെസ്, അപ്പൊ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നു. ആ ഫ്രിക്ഷൻ കാരണം അവിടെ എന്തുണ്ടാവുന്നു? ചാർജുകൾ രൂപപ്പെടുന്നു, ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നതിനാലാണ് നമ്മളവിടെ അട്രാക്ഷനോ റിപ്പൽഷനോ ഒക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണ്. ചാർജ് ഉള്ളിടത്താണ് ഈ ഒരു അട്രാക്ഷനോ റിപ്പൽഷനോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക. സോ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം നമുക്ക് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ അട്രാക്ഷനോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെ. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റേഷനറി എന്ന് മീനിങ് വരും അല്ലെ. സ്റ്റേഷനറി ഓക്കെ, സ്റ്റേഷനറി എന്ന് മീനിങ് വരുന്നതാണ് സ്റ്റാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇലക്ട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി. So it is nothing but the electricity or electrostatic force that is developed from static charges. സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, അവരുടെ പ്രോപ്പർട്ടീസ്, അതാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is the electricity it deals with the study of forces, fields and potentials arising from static charges. കണ്ടോ, സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെയും ഫീൽഡിനെയും അല്ലെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യലിനെയും ഒക്കെ പറ്റി പഠിക്കുകയും അവരുടെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുകയും ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആ നമ്മൾ കോമ്പെടുത്ത് നമ്മളിങ്ങനെ അല്ലെങ്കിൽ സ്കെയിൽ എടുത്ത് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചാർജ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതോ അല്ലെങ്കിൽ കൂടുതലായി പഠിച്ചിരിക്കുന്നതോ എന്താണ്? മൂവിങ് ചാർജസിനെ പറ്റിയിട്ടാണ്. കാരണം ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന എന്തിനെയാണ്? ചാർജ് ഫ്ലോ ചെയ്യാത്ത ചാർജുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജസിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചാർജ് എപ്പോഴാണ് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നത്? ചാർജ് എപ്പോഴാണ് ചലിക്കാതെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് എപ്പോഴാണ്? അത് നമുക്ക് മുന്നോട്ട് പോകവേ പഠിക്കാം. എന്തുകൊണ്ടാണ് ഒരു സർഫസിൽ ചാർജ് സ്റ്റേഷനറി ആയി തന്നെ നിൽക്കുന്നത്, ഫ്ലോ ചെയ്യാതെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ച് പോകാം. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ബേസിക് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനിടയിൽ തന്നെ ഒരുപാട് വട്ടം നമ്മൾ ചാർജ് എന്നുള്ള ഒരു ടേം നമ്മൾ യൂസ് ചെയ്തല്ലേ. അപ്പൊ ചാർജ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ്. ചാർജ് ഫ്ലോ ഉണ്ടെങ്കിലേ ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയുള്ളൂ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചാർജ് എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് പഠിക്കാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. സോ ചാർജ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ചാർജിനെ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് Q അല്ലെങ്കിൽ ക്യാപിറ്റൽ Q എന്നൊക്കെ നമ്മൾ ഫിസിക്സിൽ റെപ്രസെന്റേഷൻ കൊടുക്കും അല്ലെ. ഇനി ചാർജ് ഇസ് വൺ ഓഫ് ദ ഇൻഹെറന്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ മാറ്റർ. ഒരു മാറ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്നൊക്കെ നമുക്ക് ചാർജിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം വരുന്ന സ്ഥലം, ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മാർക്കോ, നമ്മൾ റിയലൈസേഷൻ അല്ലെങ്കിൽ സ്പെക്സ് യൂസ് ചെയ്യുന്ന, അങ്ങനെ നമ്മളൊരു വ്യക്തിക്ക് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവും ഓരോ വ്യക്തികൾക്കും. അങ്ങനെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന എന്താണ്? ഓരോ മാറ്ററിനും അല്ലെങ്കിൽ ഓരോ വസ്തുവിനും അവരുടേതായ ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമുക്ക് ചാർജിനെ കാണാവുന്നതാണ്. ഓക്കെ, ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ സാധ്യമാകും നമുക്ക് നോക്കാം. ഓക്കെ, ചാർജസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പ്രധാനമായിട്ടും ചാർജസ് രണ്ട് രീതിയിലാണ് ഉള്ളത്. അതായത് ഒരു വസ്തുവിന് ചാർജ് ഉണ്ടാവുന്നെങ്കിൽ, ഒരു ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് രണ്ട് കണ്ടീഷൻസിലായിരിക്കും അല്ലെങ്കിൽ രണ്ട് അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇതിന് രണ്ടിലും ഇടയിൽ വരുന്നൊരു ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ, ന്യൂട്രൽ ചാർജ് ആണ് അല്ലെ. ചാർജ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ്, ചില സമയം ചാർജ് സീറോ ആണ്. അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ ചാർജ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെന്നാ പറയുന്നത്. ഓക്കെ, അവരെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂട്രൽ എന്ന് വിളിക്കും. അവരെ നമ്മൾ എന്താ വിളിക്കുക? ന്യൂട്രൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കും.
അപ്പോൾ ഇതാണ് എന്താ പറയാ ചാർജിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആറ്റംസ് പഠിച്ചിട്ടുണ്ട്, ആറ്റംസിൽ ന്യൂക്ലിയൈ ഉണ്ട്. ന്യൂക്ലിയൈ പഠിച്ചപ്പോഴാണ് നമ്മൾ ആദ്യമായി പോസിറ്റീവും നെഗറ്റീവും ചാർജസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പോൾ ആരാണ് അത് കണ്ടെത്തിയത്? അത് നമുക്ക് കണ്ടെത്തി തന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ലൈറ്റ്നിങ് കണ്ടുപിടിച്ച അദ്ദേഹമാണ്, ഇടിമിന്നല്. അപ്പോൾ അതിനകത്തൊക്കെ ചാർജിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ചാർജിന് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ഒക്കെ പേര് നൽകിയത്. ഓക്കെ, അപ്പൊ ഈ ആറ്റങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ടെന്നും ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും അതിന് പുറമേ ആയിട്ട് ഇലക്ട്രോൺസും ഉണ്ടെന്ന് പഠിച്ചു. അപ്പൊ യൂഷ്വലി നമ്മൾ പഠിച്ചത് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ ആരെന്നാണ് അവരെ പഠിച്ചത്? പ്രോട്ടോൺസ് അല്ലെ, പ്രോട്ടോൺസ്. നെഗറ്റീവ് ചാർജുള്ള ആൾക്കാർ ആരാണ്? ഇലക്ട്രോൺസ് അല്ലെ. ഇനി സീറോ ചാർജുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആരാണ്? ന്യൂട്രോൺസ് അല്ലെ. എന്ന് പറഞ്ഞ ഇവർക്ക് മാസ് എന്താ, ഇവരുടെ മാസിനെ പറ്റി നമുക്ക് എന്താ പറയാ, ഇവർക്ക് എല്ലാവർക്കും ഓരോ മാസ് ഉണ്ട്. പ്രോട്ടോണിന്റേതായ മാസ് ഉണ്ട്, ഇലക്ട്രോണിന്റേതായും, അതുപോലെ ന്യൂട്രോണിന്റേതായ മാസുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ മാസിനെ പറ്റിയല്ല പറയുന്നത്, വി ആർ സ്പെസിഫിക്കലി ടോക്കിംഗ് അബൌട്ട് ദ ചാർജ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചാർജിനെ പറ്റി മനസ്സിലായല്ലോ. ഇനി പ്രധാനമായും രണ്ട് രീതിയിലാണ് ചാർജിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെ. ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ ഒരു പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാകാം. അങ്ങനെ രണ്ട് പ്രധാനമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അത് ഏതൊക്കെയാണ്? there are two kinds of interactions among the charge. ഒന്നെന്ന് പറയുന്നത് ലൈറ്റ് ചാർജസ് റിപ്പൽ, ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുന്നുണ്ട്. രണ്ടെന്ന് പറയുന്നത് എന്താണ്? അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ, അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ചാർജസ് നമുക്ക് എന്താ പറയാ, ഫിസിക്സും കെമിസ്ട്രിയും PG കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും ഒക്കെയാണ് നിങ്ങൾ എല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയാം എന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും കാണും ഒരു ബേസിക് ഐഡിയ ഇല്ലാത്തവരായിട്ട്. അപ്പൊ നമുക്ക് അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ബേസിനെ തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കി പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കണ്ടന്റ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെ ആ ഒരു രീതിയിൽ എടുക്കുക. ഇനി അറിയുന്നവരാണെങ്കിൽ ഒന്നുകൂടി ആ ഒരു അറിവിനെ നമുക്ക് കൂട്ടി ഉറപ്പിക്കാനുള്ള ഒരു അവസരമായി കാണുക. ഓക്കെ, അപ്പൊ ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവോ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവും വേറൊരു നെഗറ്റീവും ആണെങ്കിൽ അവർക്കിടയിൽ എങ്ങനെയായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക? അവരൊരിക്കലും അട്രാക്ട് ചെയ്യില്ല, അവർ റിപ്പല് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലെ. ഇനി അൺലൈറ്റ് ചാർജസ് ആണെങ്കിൽ, അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ആണെങ്കിലോ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് ആണെങ്കിലോ ഇവിടെ എന്തായിരിക്കും നടക്കുക? അട്രാക്ഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ കേസില് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലോ, ഒരു കുട്ടി നമ്മുടെ കോമ്പിലേക്ക് ഹെയർ ഒട്ടിപ്പിടിക്കുന്നത്. ആ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തുകൊണ്ടായിരിക്കും ആ ഒരു കോമ്പിലേക്ക് ഹെയർ ഒട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ പേപ്പർ ബിറ്റ്സ് കോമ്പിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ഈ രണ്ട് ഒബ്ജക്ട്സിലും രണ്ട് ചാർജസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാല് പേപ്പർ ബിറ്റ്സ്, അപ്പൊ ഇതിപ്പോ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ആളാണല്ലോ. അപ്പൊ കോമ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ആണല്ലോ. ഇതിലൊരു ചാർജ് ഇതിൽ മേ ബി പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ, അല്ലെങ്കിൽ ഇത് നെഗറ്റീവോ ഇത് പോസിറ്റീവോ ആകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവര് തമ്മിൽ ആ ഓപ്പോസിറ്റ് ചാർജസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അട്രാക്ട് ചെയ്യുന്നതായി നമുക്ക് അവരെ കാണാൻ സാധിക്കും. ഓക്കെ, ബേസിക്കലി ഇവർ നെഗറ്റീവ് ഇത് പോസിറ്റീവ് സൈനും ആയിരിക്കും ആവുക. അതുകൊണ്ടാണ് അൺലൈറ്റ് ചാർജസ് തമ്മിൽ ആ ഒരു അട്രാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇലക്ട്രിക് ചാർജിനെ പറ്റി നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? അതെ, വാട്ട് ഇസ് ദ യൂണിറ്റ്? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂളംബ് ആണ് അല്ലെ. കൂളംബ് ആണ്. കൂളംബ് ഇസ് ദ യൂണിറ്റ് ഓഫ് is the unit of electric charge. നമ്മൾ അതിനെ C എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു എന്താ പറയാ ചാർജ് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വളരെ കുഞ്ഞു ക്ലാസ്സുകളിൽ തന്നെ. I is equal to Q by T അല്ലെ. കറണ്ട് is the rate of change of charge flow. അപ്പൊ Qനെ നമുക്ക് എന്ത് വിളിക്കാം? Q is equal to I into T എന്നും പറയാം അല്ലെ. I into T എന്നും പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ ക്വാണ്ടിറ്റീസ് പഠിക്കുമ്പോഴും അവരുടെ ഡയമെൻഷണൽ ഫോർമുലയും കൂടെ പഠിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ആയിട്ട് നമ്മൾ
മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും ടേംസിൽ നമ്മൾ ഒരു യൂണിറ്റിനെ നമ്മൾ ഡയമെൻഷൻ, അതിന്റെ ഡയമെൻഷൻ രേഖപ്പെടുത്തുന്നതിനാണ് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ ടൈം ഓക്കെ, പക്ഷെ ഇവിടെ കറണ്ട് വന്നിട്ടുണ്ട്. കറണ്ടിന്റെ കേസിൽ നമ്മൾ കറണ്ടിന് ഒന്നുകിൽ ആംപിയറിന് നമ്മൾ എ എന്ന റെപ്രസെന്റേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഐ എന്ന് തന്നെ ഇടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കറണ്ട് എന്ന്, ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ടി ആണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു, യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂളംബാണ്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റും കൂടെ ഇതിന് വരാലോ, അതെന്തായിരിക്കും? ഐ ഇസ് ഇക്വൽ ടു ക്യൂ ബൈ ടി ആണ്. അപ്പോൾ ക്യൂ ഇസ് ഇക്വൽ ടു ഐ ഇസ് ഇക്വൽ ടു ക്യൂ ബൈ ടി ആണ്. അപ്പോൾ ക്യൂ ഇസ് ഇക്വൽ ടു ഐ ബൈ ടി ആണ്. ക്യൂ ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു ടി ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് കൂളംബാണ്, ശരി തന്നെ. വേറൊരു യൂണിറ്റ് കൂടെ ഇതിന് നമുക്ക് എഴുതാൻ പറ്റും ഈ ഒരു ഇക്വേഷനിൽ നിന്ന്. ഐ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആംപിയർ ആയിരിക്കും ഐയുടെ യൂണിറ്റ്. ടൈമോ? സെക്കൻഡ്സ്. സോ ആംപിയർ സെക്കൻഡ്സ് ഇസ് ഓൾസോ അനദർ യൂണിറ്റ് ഫോർ ചാർജ്. ചാർജിന്റെ മറ്റൊരു യൂണിറ്റ് ആയിട്ട് നമുക്ക് ആംപിയർ സെക്കൻഡ്സിനെ നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല കൂടെ ഒന്ന് പറയാമോ നമുക്ക്? വാട്ട് ഇസ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ചാർജ്? ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഫോർമുല എത്ര ആയിരിക്കും വരിക? എങ്ങനെയായിരിക്കും വരിക? യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല എഴുതുന്നത്? മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും ടേംസിലാണ് എപ്പോഴും നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എഴുതുന്നത്. ഇൻ കേസ് ഇനി അവിടെ നമുക്കിപ്പോൾ കറണ്ട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളവിടെ എ എന്ന ലെറ്ററോ ഐ എന്ന ലെറ്ററോ കൂടെ കൊടുക്കും. എന്നിട്ട് നമ്മൾ യൂണിറ്റിൽ എത്രയാണോ അതിന്റെ പവർ, അതിനനുസരിച്ച് നമ്മളവിടെ പവർ ഇട്ട് കൊടുക്കും. ഇപ്പൊ ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിന് നമുക്ക് അവിടെ എ എന്നും ടൈമും രണ്ടും ഒന്നല്ലേ ഉള്ളൂ, പവർ ഒന്നും വേണ്ട, സ്ക്വയർ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവരെവിടെ എന്ത് എഴുതാം? ഐക്ക് പകരം നമുക്ക് എ എന്നും ടൈമിന് പകരം നമുക്ക് ടി എന്നും എഴുതാം. അപ്പൊ ഇതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഡയമെൻഷണൽ ഫോർമുല ഒരിക്കലും പഠിക്കാതെ പോകരുത്. ഓരോ ക്വാണ്ടിറ്റി പഠിക്കുമ്പോഴും അതിന്റെ ഡയമെൻഷണൽ ഫോർമുല പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രിക് ചാർജിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. എന്താണ് അതെന്ന് നോക്കാം. ഓക്കെ, on rubbing, electrons are transferred from one body to other. അപ്പൊ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നത് ഫുള്ള് എല്ലാ കേസിലും പരസ്പരം രണ്ട് ബോഡീസ് തമ്മിൽ റബ്ബ് ചെയ്യുന്ന കേസാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് മറ്റേ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആകും. ഓക്കെ, അപ്പോ രണ്ട് ബോഡീസ് തമ്മിൽ ഇപ്പൊ എ എന്നും ബി എന്നുള്ള രണ്ട് ബോഡീസ് തമ്മിൽ നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാല് എയിൽ നിന്നോ ബിയിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം. എയിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തേക്ക് വരുന്നു. സോ ഇലക്ട്രോൺസ് ട്രാവൽ ഫ്രം എ ടു ബി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിയുമ്പോൾ എയുടെ ചാർജ് എന്താകും? പ്ലസ് ആകും. ബി ഇവിടെ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബിയുടെ ചാർജ് എന്താവും? മൈനസ് ആകും. അപ്പൊ നമുക്ക് എനെ പ്ലസ് ചാർജ് ഉള്ള ഒരു എൻഡൈറ്റി ആയിട്ടും ബിനെ മൈനസ് ചാർജ് ഉള്ള ഒരു എൻഡൈറ്റി ആയിട്ടും കിട്ടി അല്ലെ. അപ്പൊ ഇവര് തമ്മിൽ എന്താവും? ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ഇവര് തമ്മിൽ അട്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയുന്നത് എപ്പോഴും ചാർജ്ഡ് ബോഡീസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് എപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ചാർജ് ഉള്ള ബോഡീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ഏതർ അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ അവിടെ എപ്പോഴും എന്താവും? ചാർജ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ എന്നുള്ളത്. ഓക്കെ, the body which loses electrons will become positively charged. ഓക്കെ, ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ബോഡി എന്താകും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആകും. ആൻഡ് വിച്ച് ഗെയിൻസ് ദ ഇലക്ട്രോൺ വിൽ ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ആള് നെഗറ്റീവ് ചാർജും ആകും. പിന്നെ ഗ്ലാസ് റോഡ് ഇസ് റബ്ഡ് വിത്ത് സിൽക്ക്. അപ്പൊ രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഒരു ഗ്ലാസ് റോഡ് നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ നമ്മുടെ ഗ്ലാസ് റോഡില്ലേ, അതെടുത്ത് നമ്മൾ കുറച്ച് സിൽക്കുമായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എഗെയിൻ അവിടെ ഈ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ കാരണം ഗ്ലാസ് റോഡ് എന്ത് ചെയ്യും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. കാരണം ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ആകും. ഓക്കെ, അപ്പൊ ഗ്ലാസ് റോഡ് പോസിറ്റീവും ആകും, സിൽക്ക് നെഗറ്റീവും ആകും. ഈ ഒരു സൈൻ ഒന്ന് ഓർത്തിരിക്കുക. ഗ്ലാസ് റോഡും സിൽക്കും റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് എന്താണ് ഏത് ചാർജ് ആണ് കിട്ടുക, സിൽക്കിന് ഏത് ചാർജ് ആണ് കിട്ടുക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഗ്ലാസ് റോഡ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആകും. അതുപോലെ സിൽക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും അതിനുണ്ടാവുക.
ഇനി അടുത്ത നോക്കിക്കേ, പിന്നെ പ്ലാസ്റ്റിക് റോഡ് ഇസ് റബ്ഡ് വിത്ത് ഫർ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റോഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ, പ്ലാസ്റ്റിക് റോഡ് ഇസ് റബ്ഡ് വിത്ത് ഫർ, അതായത് നമ്മുടെ എന്താണ് തൂവലോ അല്ലെങ്കിൽ പൂട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഫറിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് റോഡ് ഇട്ട് ഇങ്ങനെ ഉരസി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ദ പ്ലാസ്റ്റിക് റോഡ് വിൽ ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. പ്ലാസ്റ്റിക് റോഡ് നെഗറ്റീവ് ചാർജ് ആകും, അതായത് പ്ലാസ്റ്റിക് റോഡ് അവിടെ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് ചാർജ് ആകും. ഫർ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആവുകയും ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾസ് ഒന്ന് ഓർത്തിരിക്കുക. ഇവര് എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? ഗ്ലാസ് റോഡിന് നെഗറ്റീവ് ചാർജ്, ഗ്ലാസ് റോഡും ഫറിനും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ, സിൽക്കും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് നെഗറ്റീവ് ചാർജ് ആണ് ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. പ്ലാസ്റ്റിക് റോഡും ഫറിനും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിന് നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. ചാർജ് ഉള്ള വസ്തുക്കൾ ഇനി അഥവാ ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ആക്കും. അതിന് പല രീതിയിൽ അവരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ പഠിക്കും. ഓക്കെ, പല രീതിയിൽ നമുക്ക് അവരെ ചാർജ് ചെയ്യാൻ പറ്റും. എന്ത് പറഞ്ഞാലും നമുക്ക് പറയാം അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഒരു ബോഡിയിൽ ഇലക്ട്രിക് ചാർജ് ഇങ്ങനെ തങ്ങി നിൽക്കണം. ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയാൻ സാധിക്കുക. അപ്പൊ ഈ രണ്ട് കേസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കേസിലും കോമ്പ്, ബലൂണ്, അല്ലെങ്കിൽ സ്കെയില്, പ്ലാസ്റ്റിക് റോഡ് അല്ലെങ്കിൽ ഗ്ലാസ് റോഡ്, ഇവരെല്ലാവരും ഏത് ഇനത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഏതൊരു ക്ലാസിഫിക്കേഷൻ വരുന്നവരാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്? യെസ്, പ്രധാനമായിട്ടും സബ്സ്റ്റൻസിനെ അവർ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നതിന്റെ ബേസിസിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം വസ്തുക്കളെ. ഒബ്ജക്ട്സിനെ ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ ബേസിക്കലി മൂന്നാണ്. ഓക്കെ, പ്രധാനമായിട്ടും അവരെ രണ്ടായിട്ട് തിരിക്കാം. അതിലൊന്നാണ് കണ്ടക്ടേഴ്സും മറ്റേത് ഇൻസുലേറ്റേഴ്സുമാണ്. ഇതിനിടയിൽ വരുന്ന ആൾക്കാരാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും പറ്റി ഒന്ന് പറയാം. അതിൽ ഏറ്റവും ഇവരൊന്ന് നോക്കിക്കേ, ഗ്ലാസ് റോഡ് ആവട്ടെ, പ്ലാസ്റ്റിക് റോഡ് ആവട്ടെ, അല്ലെങ്കിൽ സ്കെയിൽ ആവട്ടെ, ബലൂൺ ആകട്ടെ, ഇവർക്ക് ആർക്കും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഇൻസുലേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഓർത്ത് നോക്കിയേ, ഇൻസുലേറ്റേഴ്സിനാണ് ഈ ഒരു കഴിവ്. എന്ത് കഴിവ്? ചാർജിനെ തങ്ങി നിർത്താനുള്ള കഴിവ്. ഇപ്പൊ ഒരു കണ്ടക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? ചാർജിനെ അതിലൂടെ അങ്ങ് ഒഴുക്കി വിടും. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഇൻസുലേറ്റേഴ്സിലായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ചാർജ് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പ്രതിഭാസം കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആർ വിസിബിൾ അല്ലെങ്കിൽ ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചാർജിനെ പറ്റി പറഞ്ഞത്. ചാർജ് പ്രധാനമായിട്ടും ഒരു ബോഡിയുടെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ്. ചാർജിന്റെ ബേസിക്കലി ചാർജ് രണ്ട് ടൈപ്സ് ആണ്. അതിലൊന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പ്രോട്ടോൺസ് എന്നും നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെ ഇലക്ട്രോൺസ് എന്നും ന്യൂട്രൽ പാർട്ടിക്കിൾസിനെ നമ്മൾ ന്യൂട്രോൺസ് എന്നും വിളിക്കുന്നു. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ആ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കും. ഒരേപോലുള്ള ചാർജുകൾ അല്ലെങ്കിൽ ലൈക്ക് ചാർജസ് ആണെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും അട്രാക്ട് ചെയ്യില്ല, അവർ റിപ്പൽ ചെയ്യും. ഇനി അൺലൈക്ക് ചാർജസ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ചാർജസ്, ഒരു പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ആണെങ്കിൽ അവിടെ അട്രാക്ഷൻ സംഭവിക്കുന്നു നമ്മൾ പഠിച്ചു. ചാർജിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു, കൂളംബ് ആണ്, അല്ലെങ്കിൽ ആംപിയർ സെക്കൻഡ് എന്ന യൂണിറ്റും അതിനുണ്ടാകാം എന്ന് പഠിച്ചു. പിന്നെ ചാർജിന്റെ എന്താ പറയാ ഡയമെൻഷണൽ ഫോർമുല AT, അത് നമ്മൾ പഠിച്ചു. പിന്നെ ഒരു ഒബ്ജക്റ്റിന് എങ്ങനെയാണ് ചാർജ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിന് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് അവിടെ ആ മെത്തേഡ് നമ്മളിപ്പോ പറഞ്ഞില്ല, പക്ഷെ രണ്ട് ഒബ്ജക്ട്സിനെ തമ്മിൽ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഒരു ബോഡി ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയും മറ്റേ ബോഡി ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആള് പോസിറ്റീവ് ചാർജ് ഗെയിൻ ഉണ്ടാവുകയും ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും, അതുകൊണ്ട് അവർ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചാർജിന്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, ചാർജിന്റെ കേസിൽ പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് രണ്ട് ബോഡീസിനെ തമ്മിൽ ചാർജ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കിയിട്ട് അതിലേക്ക് പോവാം. കണ്ടക്ടേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ കണ്ടക്ടറിനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം എന്ന് നോക്കാം. Conductors are those substances which allow the passage of electricity through them. കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്?
ഇലക്ട്രിസിറ്റിയുടെ പാസേജിനെ കടത്തിവിടുന്ന മീൻസ് ഇലക്ട്രിസിറ്റിയുടെ പാസേജിനെ അലോ ചെയ്യുന്ന ആൾക്കാരാണ് കണ്ടക്ടേഴ്സ്. മെറ്റൽസ്, ഹ്യൂമൻ ബോഡീസ്, ആനിമൽ ബോഡീസ് ആൻഡ് എർത്ത് ആർ ഓൾ കണ്ടക്ടേഴ്സ്. നമ്മളൊരു കണ്ടക്ടറാണ് അല്ലെ, അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇലക്ട്രിക് ഷോക്ക് ഒക്കെ അടിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ദേ ഹാവ് ഫ്രീ ഇലക്ട്രോൺസ് വിത്ത് ദം. എന്തുകൊണ്ടാണ് കണ്ടക്ഷൻ നടക്കുന്നത്? കണ്ടക്ഷൻ നടക്കണമെങ്കിൽ ചാർജ്, നമ്മൾ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടണമെങ്കിൽ അവിടെ ചാർജ് വേണം. ചാർജ് ഇങ്ങനെ പോകുന്തോറുമാണ് നമുക്ക് അവിടെ കണ്ടക്ഷൻ പോസിബിൾ ആവുക. അപ്പൊ നമുക്ക് പറയാം എന്തുകൊണ്ടാണ് കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട്, അതായത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന കുറെ ഇലക്ട്രോൺസ് കണ്ടക്ടേഴ്സിൽ പ്രസന്റ് ആണ്. അവരുടെ പ്രസൻസ് മൂലമാണ് അതിന് കണ്ടക്ടിങ് കേപ്പബിലിറ്റി കിട്ടിയിരിക്കുന്നത്. വെൻ സം ചാർജസ് ട്രാൻസ്ഫർ ടു എ കണ്ടക്ടർ, ഓക്കെ, it readily gets distributed over the entire surface of the conductor. അതാണ് ഒരു കണ്ടക്ടറിന്റെ വേറൊരു ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി ഇവിടെ എന്തെങ്കിലും ഒരു ചാർജ് കൊണ്ടുവന്ന്, ചാർജുള്ള ഒരു വസ്തു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ചാർജ് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതൊന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ സംഭവിക്കുക? ചാർജ് ഇങ്ങനെ ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അപ്പൊ നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്കൊന്ന് ഷോക്ക്, നമ്മളൊരു പ്ലഗിൽ തൊട്ട് കഴിഞ്ഞാൽ ഇനിഷ്യലി നമുക്ക് എന്തായിരിക്കും ചാർജ് ഫ്ലോ ചെയ്ത് കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡി ഫുൾ അങ്ങനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണ്. അപ്പൊ കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? എൻ്റയർ സർഫസ്, ആ ഒബ്ജക്റ്റിന്റെ കണ്ടക്ടറിന്റെ എൻ്റയർ സർഫസിലേക്ക് ആ ചാർജ് ട്രാൻസ്ഫർ ആവുന്നു. മെറ്റൽസ് കനോട്ട് ബി ചാർജ് ബൈ ഫ്രിക്ഷൻ. നോക്കിക്കേ, മെറ്റൽസിനെ ഒരിക്കലും നമുക്ക് ഫ്രിക്ഷൻ മുഖേന ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അതായത് റബ്ബ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരിക്കലും കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ ചാർജസ് ട്രാൻസ്ഫർ ടു ദ മെറ്റൽ ലീഡ് ത്രൂ അവർ ബോഡി ടു ദ ഗ്രൗണ്ട്. ഓക്കെ, ആസ് ബോത്ത് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നോക്കിക്കേ, മെറ്റൽസ് വഴി, മെറ്റൽസ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്താണ്, നമ്മളിലൂടെ ആ ചാർജ് ഫ്ലോ ചെയ്ത് ഭൂമിയിലേക്ക് പോകും. ആഫ്റ്റർ ഓൾ അതെല്ലാം കണ്ടക്ടേഴ്സ് ആണല്ലോ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു കണ്ടക്ടറിനെ ചാർജ് ചെയ്ത് അതിന്റെ മുകളിൽ ഇങ്ങനെ ചാർജ് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഒരിക്കലും ഒരു കണ്ടക്ടറിൽ കാണാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ചാർജ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ ബോഡിയിലേക്ക് അത് ത്രൂ ഔട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അതിന്റെ സർഫസിൽ തങ്ങി നിൽക്കുന്ന ഒരു പരിപാടി അവിടെ ചാർജിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി എന്താണ് അടുത്തത്? Insulators. Insulators are those substances which offer high resistance to the passage of electricity. നമുക്കറിയാവുന്നതാണ് ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ വളരെ മടിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ വയേഴ്സ് ഒക്കെ, നമ്മൾ ഏതൊരു സാധനവും നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇൻസുലേഷൻ വയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഷോക്ക് അടിക്കാതെ ഇരിക്കാനൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് അല്ലെ. അപ്പൊ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരൊക്കെയാണുള്ളത്? ഗ്ലാസ് അല്ലെങ്കിൽ പോർസ്ലൈൻ, പ്ലാസ്റ്റിക്, നൈലോൺ, വുഡ് അല്ലെ, ഇതെല്ലാം ഇൻസുലേറ്റേഴ്സ് ആണ്. If some charge is put on an insulator, നോക്കിക്കേ, ഒരു ഇൻസുലേറ്ററിലേക്ക് നമ്മൾ ഇത്തിരി ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് സ്റ്റേ ചെയ്യും. അങ്ങനെ തന്നെ ഇറ്റ് സ്റ്റേസ് അറ്റ് ദ സെയിം പ്ലേസ്, ഇറ്റ് സ്റ്റേസ് അറ്റ് ദ സെയിം പ്ലേസ്. ആ സെയിം സ്ഥലത്ത് തന്നെ ചാർജ് ഇങ്ങനെ തങ്ങി നിൽക്കും. സോ ഇൻസുലേറ്റേഴ്സ് ഗെറ്റ് ഇലക്ട്രിഫൈഡ് ഓൺ കോംബിംഗ് ഡ്രൈ ഹെയർ ഓൺ റബ്ബിംഗ്. ഇൻസുലേറ്റേഴ്സ് ഗെറ്റ്സ് ഇലക്ട്രിഫൈഡ് ഓൺ കോംബിംഗ് ഡ്രൈ ഹെയർ ഓർ ഓൺ റബ്ബിംഗ്. നമ്മളൊരു ചീപ്പ് എടുത്ത് മുടി ചെയ്യുകയോ അല്ലെങ്കിൽ മുടിയിൽ ഉരസുകയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റോഡ് എടുത്ത് മുടിയിൽ ഉരസുകയോ ഒക്കെ ചെയ്യൂലേ, ആ ടൈമില് നമ്മുടെ കോംബോ അല്ലെങ്കിൽ സ്കെയിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാര് എന്താണ്, അവര് പ്ലാസ്റ്റിക് ആണ്. സോ അവർക്ക് ആ റബ്ബിങ്ങിലൂടെ, ആ ഫ്രിക്ഷനിലൂടെ അവർക്ക് ചാർജ് കിട്ടുകയാണ്. ആ ചാർജ് അവരുടെ സർഫസിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു, തങ്ങി നിൽക്കുന്നു. അതുകൊണ്ടാണ് അവിടെ നമുക്കൊരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ കാണാൻ സാധിക്കുന്നത്. സ്കെയിലിന് നെഗറ്റീവ് ചാർജും മുടിക്ക് പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ലൈറ്റ് ചാർജസ് തമ്മിൽ റിപ്പല് ചെയ്യുമെങ്കിലും അൺലൈറ്റ് ചാർജസ് തമ്മിൽ അട്രാക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഈ സ്കെയിലും മുടിയും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നു. സോ പ്രത്യേകം ഓർത്തിരിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് ഇൻസുലേറ്റേഴ്സ് ആണ് കൂടുതൽ ഉപയോഗപ്രദമാവുന്നത്. കാരണം സ്റ്റാറ്റിക് ചാർജസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇൻസുലേറ്റേഴ്സിന്റെ സർഫസിലാണ്. ഇനി എന്താണ് ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളും അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് വേണ്ട. പക്ഷേ ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ സിമ്പിൾ അപ്പാരറ്റസ് ടു ഡിറ്റക്ട് ദ ചാർജ് ഓൺ എ ബോഡി. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു ഒബ്ജക്റ്റിലെ ചാർജ് ഉണ്ടോ എന്നറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസിന്റെ പേരാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെയിം ദ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ ചാർജ് ഓൺ എ ബോഡി. എന്താണത്? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? നമ്മളൊരു
ഗ്ലാസ് കേസിനകത്താണ് നമ്മൾ ഒരു ബ്രാസ് റോഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രാസ് റോഡിന്റെ ഒരു അറ്റത്തായിട്ട് ഗോൾഡ് ലീഫാണ് ഉള്ളത്. ലീഫ് കണ്ടാൽ മനസ്സിലാവും, ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടറ്റങ്ങളിലായിട്ട് ഗോൾഡ് ലീഫ് ഉണ്ട്, അതായത് 2 ലീവ്സ് ഉണ്ട് അങ്ങനെ. പിന്നെ എന്താ പറയാ, ഒരു ഇൻസുലേറ്റിംഗ് പ്ലഗ്, അതായത് ഒരു രീതിയിലും പുറത്തേക്കൊന്നും ചാർജ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ബ്രാസ് ഡിസ്ക്, ഒരു മെറ്റാലിക് ഡിസ്ക് നമ്മൾ കൊടുക്കും. ഇത്രയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ, when a charged object touches the metal knob, അതായത് ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ആ മെറ്റൽ നോബിനെ ഈ പോർഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, at the top of the rod, charge flows on the leaves and they diverge. അപ്പൊ ചാർജ് ഇങ്ങനെ ഇതിലൂടെ ഒഴുകി ഈ ലീവ്സിലെത്തുകയും അവർ ഡൈവേർജ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ദ ഡിഗ്രി ഓഫ് ഡൈവേർജൻസ്, അതായത് അവർ എത്രത്തോളം ഡൈവേർജ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന ലീവ്സ് ഇങ്ങനെ ഡൈവേർജ് ആവും. അപ്പൊ അവർ എത്രത്തോളം ഡൈവേർജ് ആവുന്നു അതിനനുസരിച്ച് അവിടുത്തെ എമൗണ്ട് ഓഫ് ചാർജ് കൂടുതലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ല രീതിയിലാണ് അവർ ഡൈവേർജ് ചെയ്യുന്നതെങ്കിൽ, ഈ ഡൈവേർജൻസ് കണ്ടോ, ഇങ്ങനെ ഇരുന്ന ആൾക്കാരാണ് അവരിപ്പോ ഇങ്ങനെ ഡൈവേർജ് ചെയ്തു കണ്ടോ. അപ്പൊ അങ്ങനെ ഡൈവേർജ് ചെയ്യുമ്പോൾ അവിടെ എത്രത്തോളം എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു റോഡാണ്. ഓക്കെ, ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു റോഡിനെ നമ്മൾ ഈ മെറ്റൽ റോഡിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഈ മെറ്റൽ റോഡ്, ഇത് മെറ്റൽ റോഡാണല്ലോ, ഇതിൽ നിന്ന് ഈ നെഗറ്റീവ് ചാർജിനെ അവിടെ റിമൈൻ ചെയ്യിച്ചിട്ട് പോസിറ്റീവ് ചാർജ് മേളിലേക്ക് പോകും. കാരണം എന്താ? പോസിറ്റീവിനെ നെഗറ്റീവിനെ കാണുമ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റില്ല. പോസിറ്റീവ് എന്ത് ചെയ്യും? ഇതിപ്പോ ഇവിടെ ന്യൂട്രൽ ആയിരുന്നു, ഇവിടെ ചാർജ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ ചേരുമ്പോഴാണല്ലോ ന്യൂട്രൽ ആവുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു റോഡിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ ഓടും ഇങ്ങോട്ടേക്ക്, മെറ്റൽ നോബിന്റെ അടുത്തേക്ക്, കാരണം ഇവനുമായിട്ട് അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവിടെ ആരെ ഇട്ടിട്ടാണ് പോകുന്നത് അവര്? അതെ, ന്യൂട്രൽ ആയിരുന്ന ആൾക്കാര്, അതായത് നെഗറ്റീവ് ചാർജിനെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോസിറ്റീവ് ചാർജ് മേളിലേക്ക് പോകുന്നത്. സോ ഈ 2 ലീഫുകളിലേക്കും ഈ നെഗറ്റീവ് ചാർജ് അങ്ങ് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രണ്ടും ലൈറ്റ് ചാർജസ് അല്ലേ, നെഗറ്റീവും തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലെ. അതുകൊണ്ട് ഈ ലീവ്സ് എന്ത് ചെയ്യും? മാക്സിമം അകന്നിരിക്കും. എത്രത്തോളം ചാർജ് അധികം കൂടുന്നുവോ അത്രത്തോളം ഈ ഡൈവേർജൻസ് കൂടുതലായിരിക്കും. ഇതേ കാര്യം തന്നെയാണ് ഇപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സാധനത്തിൽ നമ്മൾ കൊണ്ടുവന്നെങ്കിലോ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു റോഡാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, ഇവിടെ നിന്ന് മേളിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള നമ്മുടെ ഇലക്ട്രോൺസ് ഇവരുമായിട്ട് പോയി അട്രാക്റ്റഡ് ആവും. അപ്പൊ താഴെ ആരായിരിക്കും ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോഴും 2 ലീഫിലും പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് ചാർജ് തമ്മിൽ പിന്നെ റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോഴും ഡൈവേർജ് ആയിരിക്കും ചെയ്യുക. അപ്പൊ 2 കേസിലും ഡൈവേർജ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ വർക്കിംഗ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിലേക്ക് ഒരു മെറ്റാലിക് നോബ് ഉണ്ട്, മെറ്റാലിക് നോബും 2 ലീവ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ലീഫ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗോൾഡ് ലീഫ് എന്ന് പറയുന്നത്. ഗോൾഡിന്റെ ലീഫ് ഉള്ളത് കൊണ്ടാണ് ഗോൾഡ് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗോൾഡ് ലീവ്സിൽ അവസാനം നമ്മളൊരു ചാർജ് ഉള്ള ബോഡി കൊണ്ടുവരുമ്പോൾ ചാർജ്, പോസിറ്റീവ് ചാർജ് ഏതാണോ ആ വസ്തുവിന്റെ ചാർജ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ഇവിടെ നിന്ന് മേളിലേക്ക് പോകും. അപ്പോൾ താഴെ അതിന്റെ പെയർഡ് ആയിട്ടുള്ള ചാർജസ് റിമൈൻ ചെയ്യും. ആ ചാർജുകൾ 2 ലീഫുകളിലേക്കും പോകും. അവരിങ്ങനെ ഡൈവേർജ് ആയി പോകും. അപ്പൊ ഇതാണ് ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 1ൽ കൂടുതൽ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് നമ്മൾ ഓൾറെഡി തുടക്കം തൊട്ടേ പറയുന്നതാണ് റബ്ബിംഗ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി 2 മെത്തേഡ്സും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ചാർജിങ് എങ്ങനെയൊക്കെ ചെയ്യാം. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വസ്തു, ദർ ഇസ് നോ ചാർജ്, അതിന്റെ ചാർജ് 0 ആണ്. അങ്ങനെയെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ ഉള്ള ഒരു ബോഡി ആയിട്ട് നമുക്ക് എങ്ങനെ അതിനെ മാറ്റാനായിട്ട് സാധിക്കും? നമുക്ക് നോക്കാം. വെരി ഫസ്റ്റ് വൺ ഇസ് റബ്ബിംഗ് ഓർ ബൈ ചാർജിങ്. അതായത് 2 ബോഡീസ് തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഉരസുക. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ
എന്താണ് നമുക്കിത് അറിയുന്നതിനും കുറെ കാലം മുന്നേ തന്നെ നമ്മുടെ മുന്നേ ഉള്ള ആൾക്കാര് ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തതാണ് അല്ലെ. തീയൊക്കെ ഉണ്ടായത് തന്നെ എങ്ങനെയാണ്, പരസ്പരം കല്ലുകൾ തമ്മിൽ ഉരസുമ്പോഴാണ് അല്ലെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അത്രയും ഇതാകുമ്പോഴത്തേക്കും റബ്ബ് ചെയ്ത് കഴിയുമ്പം അവിടെ ഫ്രിക്ഷൻ ഉണ്ടായി, അവിടെ ചാർജ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അവിടെ അതിന്റെ മാക്സിമത്തിലോട്ട് എത്തുമ്പോഴാണ് ഫയർ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റബ്ബിങ്. ഇനി രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്റ്റ് കോണ്ടാക്ട്, അതായത് ചാർജ് ഇല്ലാത്ത ഒരു വസ്തു, ചാർജ് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് എ, അതിനടുത്തേക്ക് നമ്മൾ ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരുന്നു ബി, പോസിറ്റീവ് ഉള്ളൊരു ചാർജിനെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും, ഈ ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഡെവലപ്പ് ആവും. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ സൈഡിൽ അത് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. എന്താണ് മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത്? ബൈ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്തൗട്ട് എനി ഡയറക്റ്റ് കോണ്ടാക്ട്. അതായത് കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്നത് രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ചാർജ് ഉള്ള ആള് ചാർജ് ഇല്ലാത്ത ആൾക്കൂടെ ചാർജ് കൊടുക്കും. പക്ഷെ ഇനി ഇൻഡക്ഷനിൽ എന്താ സംഭവിക്കുന്നത്, ഡയറക്റ്റ് കോണ്ടാക്റ്റേ ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ അവിടെ അവർക്ക് ചാർജ് കൊടുക്കുന്നു. അതെങ്ങനെയാണെന്നാണ് ഈ പിക്ചറിൽ ജസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഒന്ന് നോക്കാം നമുക്ക്. എ എന്നും ബി എന്നും രണ്ട് മെറ്റാലിക് സ്ഫിയേഴ്സ് ഉണ്ട്. രണ്ടിനും ചാർജ് ഇല്ല, കണ്ടോ, രണ്ടിനും ചാർജ് ഇല്ല, ചാർജ് ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു റോഡ് കൊണ്ടുവന്നു. ഈ റോഡ് അങ്ങോട്ടേക്ക് കൊണ്ടുചെന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ആളല്ലേ, അപ്പൊ അയാളിലേക്ക് കൂടുതൽ അട്രാക്ഷൻ ആരായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന സ്ഫിയറിന്റെ ഒരു അറ്റത്ത്, ആ അറ്റത്തായിട്ട്, അതായത് ഗ്ലാസ് റോഡോ അല്ലെങ്കിൽ ആ ചാർജുള്ള ബോഡി കൊണ്ടുവന്നത് ഏതാണോ ആ സൈഡിലേക്ക് ഒരു നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് രൂപപ്പെടും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഇപ്പുറത്താണെങ്കിൽ എന്തായിരിക്കും, ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുകയല്ലേ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അറ്റത്തേക്ക് എന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി അത് കാണിക്കാം. പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡി രണ്ട് ചാർജ് ഇല്ലാത്ത ബോഡീസിനടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആ സ്ഫിയറിൽ അതിന്റെ പോസിറ്റീവായിട്ട് എപ്പോഴും അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന നെഗറ്റീവ് ആയിട്ട് ഈ അറ്റത്ത് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിന്റെ എക്സ്ട്രീം ഇപ്പുറത്തെ എൻഡില് പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. അങ്ങനെ മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ ഒന്ന് നോക്കിക്കേ, ഈ ചാർജ് ഇപ്പൊ നോക്കിക്കേ എങ്ങനെയാണെന്ന് വരുന്നത്, നെഗറ്റീവ് ചാർജ് ഈ എൻഡിലും പോസിറ്റീവ് ചാർജ് ഈ എൻഡിലും ഡെവലപ്പ് ചെയ്തു. ഇനി നമ്മൾ അവരിങ്ങനെ അടുത്തിരിക്കുകയല്ലേ, നമ്മൾ പതുക്കെ അവരൊന്ന് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരിൽ എപ്പോഴത്തേക്കും അവർ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ കൊണ്ടുവന്ന ആള്, ഈ ചാർജ്ഡ് ആയിട്ടുള്ള ബോഡിയെ നമ്മളങ്ങ് മാറ്റിക്കഴിഞ്ഞ് നമ്മൾ അവരെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഈ ചാർജ്, നെഗറ്റീവ് ചാർജ് ആ എയില് സർഫസിൽ ഫുള്ളായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി, അതുപോലെ ബിയുടെ സർഫസിലും പോസിറ്റീവ് ചാർജ് ഫുള്ളായിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. അപ്പോൾ ഇപ്പൊ രണ്ടുപേർക്കും ചാർജായി. എക്കും ബിക്കും രണ്ടുപേർക്കും ചാർജ് ഇല്ലായിരുന്നു. പക്ഷെ ഒരു എക്സ്റ്റേണലി നമ്മളൊരു ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവരിൽ പതുക്കെ ഒരു സൈഡ് ചാർജ് ഉണ്ടായി. എന്നിട്ട് നമ്മൾ അവരെ ഒരുമിച്ചിരിക്കുമല്ലായിരുന്നോ, അത് നമ്മൾ പതുക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഗ്ലാസ് റോഡ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചാർജ് ബോഡി ഒന്ന് റിമൂവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ രണ്ട് ഒബ്ജക്ട്സിലും ചാർജ് അങ്ങ് ആയി. ആ ചാർജ് അവരിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയും ബി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയുമായിട്ട് അങ്ങ് മാറി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് ചാർജിങ് ചെയ്യാമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രിക് ചാർജിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. ഒന്ന് എന്താണ്, അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. എന്താണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്? The total charge on the surface is the algebraic sum of individual. The total charge is the algebraic sum of individual charges present on that body. അതായത് ഇപ്പോൾ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിൽ Q1, Q2, Q3 എന്ന് പറഞ്ഞ കുറെ ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ എല്ലാം കൂടി ആൽജിബ്രായിക് സം ആയിരിക്കും. Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര. ഇതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതായത് ചാർജിനെ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒരു ബോഡിയിൽ ഒരുപാട് ചാർജ് ഉണ്ടാവും, പക്ഷെ അതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ആ ചാർജിനെ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ആൽജിബ്രായിക് സം എടുത്താൽ മാത്രം മതിയായിരിക്കും.
ഓക്കെ. ഇനി രണ്ടാമത്തേതാണ് നമ്മൾ പറയാൻ പോകുന്നത് ചാർജ് ഈസ് കൺസേർവ്ഡ്. എന്താണ് കൺസേർവ്ഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ല, മനസ്സിലാക്കിയാൽ മതി. ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതാണ് ചാർജ് ഈസ് കൺസേർവ്ഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം എന്താ പറയാ, ഒരു ബോഡി കൺസിഡർ ചെയ്തു. ആ ബോഡിയിൽ +1 കൂളം -2 കൂളം +3 കൂളം ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? ഇത് +4, ഇത് -2 കൂളമ്പാണെന്ന് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ +1 +4 -2 5 -2 വരും. അപ്പൊ മൊത്തത്തിലുള്ള ചാർജ് 3 കൂളമ്പാണ് അല്ലെ. ഇനി ജസ്റ്റ് ഈ ചാർജസിന്റെ വാല്യൂസ് ഒന്ന് മാറുക എന്ന് വെച്ചോളൂ ഇൻഡിവിജ്വലി. ഓക്കെ, ഇത് ഇപ്പോ +2 കൂളമ്പ് -1 കൂളമ്പ് +2 കൂളമ്പ് -1 കൂളമ്പ്. നേരത്തെ ഉണ്ടായിരുന്ന ചാർജ് അല്ലല്ലോ ഇപ്പൊ ഇൻഡിവിജ്വൽ ചാർജസ് എല്ലാം മാറി. +2 -1 +2. അപ്പോഴും എന്തായിരിക്കും ഇവിടുത്തെ ടോട്ടൽ ചാർജ്? +2 -1 എന്തായിരിക്കും? 3 കൂളമ്പ് ആയിരിക്കും. അതായത് ഇൻഡിവിജ്വൽ ചാർജുകൾ, ഒരു ബോഡിയിലുള്ള ഇൻഡിവിജ്വൽ ചാർജസ് മാറിക്കോട്ടെ, പക്ഷെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് കൺസേർവ്ഡ് ആയിരിക്കും. അതാണ് കൺസേർവ്ഡ്, ചാർജ് ഈസ് കൺസേർവ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇനിഷ്യലി ഒരു ബോഡിയിൽ ചാർജസ് കുറെ ഉണ്ടെങ്കിൽ ആ ചാർജ് എല്ലാം കൂടെ സം ചെയ്താൽ മതി, അവിടുത്തെ ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടും. നമ്മൾ പഠിച്ചെന്താണ്? ചാർജ് ഈസ് കൺസേർവ്ഡ്, അതായത് ടോട്ടൽ ചാർജ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലുള്ള ചാർജ് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. അതായത് ടോട്ടൽ ചാർജ് ഒരിക്കലും മാറൂല. ഇന്റേണലി അവരുടെ ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമായിരിക്കും, പക്ഷെ അറ്റ് ദ എൻഡ് അവരുടെ സം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മാറാൻ പോകുന്നില്ല. ഓക്കെ, അത് എപ്പോഴും സെയിം ആയിരിക്കും. ഇനി മൂന്നാമത്തെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. According to the quantization of electric charge, charge of a body is an integral multiple of a basic charge, which is the electronic charge. Okay, അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. എന്താണ് ക്വാണ്ടൈസേഷൻ? ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ഇലക്ട്രോണിക് ചാർജ്, അതായത് ഇ എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്, പ്ലസ് ഓർ മൈനസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് നമ്മൾ എൻ എന്ന് എഴുതുന്നത്. എൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ എലമെന്ററി ചാർജ്, അതായത് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത്. വേർ എൻ ക്യാൻ ടേക്ക് വാല്യൂസ് 1, 2, 3 എക്സെട്ര. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് ചാർജിന് നമുക്ക് കുഞ്ഞു എന്താ പറയുക പാക്കറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് എന്താ പറയാ, N1 ആകുമ്പം 1E, N2 ആകുമ്പം 2E, N3 ആകുമ്പം 3E. അങ്ങനെ കുഞ്ഞു ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിട്ടാണ് നമുക്ക് ചാർജിനെ പറയാൻ പറ്റുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോർ നമ്പേഴ്സ് എങ്ങനെയാണത്? 1, 2, 3, 4, 5 അങ്ങനെയല്ലേ? മറിച്ച് 1.2 എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടോ ലിഫ്റ്റ് കയറുമ്പോൾ? അങ്ങനെ ഒരു ഫ്ലോർ ഉണ്ടോ? അല്ലെങ്കിൽ 1.3 അല്ലെങ്കിൽ 2.6 എന്നൊക്കെ പറയുന്ന ഫ്ലോർസ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. കറക്റ്റ് ആയിട്ട് ഹോൾ നമ്പേഴ്സ് അല്ലേ, ഇൻറ്റീജേഴ്സ് അല്ലേ? ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അല്ലെങ്കിൽ താഴോട്ട് പോകുമ്പോൾ -1 ഫ്ലോർ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും എന്തില്ല, ഡെസിമൽ ഫ്രാക്ഷൻസ് രീതിയിൽ ഒരിക്കലും ഫ്ലോർ നമ്പേഴ്സ് വരില്ല. അത് ഇമ്പോസിബിൾ ആണ്. അതുപോലെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്, ചാർജിനെ ഒരിക്കലും നമുക്ക് അങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂസ് ആയിട്ടോ ഒന്നുമല്ല കാണാൻ പറ്റുന്നത്. ചാർജ് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആണ്. അതൊരു നിശ്ചിതമായ ഫിക്സഡ് വാല്യൂ ആണ്, അതൊരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ഓഫ് എലമെന്ററി ചാർജ് ഇ എന്നാണ് അത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ഇ ഈസ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേറൊരു പേരും വിളിക്കും, എലമെന്ററി ചാർജ് എന്ന് വിളിക്കും കേട്ടോ. എലമെന്ററി ചാർജ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പൊ എന്താണ് എലമെന്ററി ചാർജിന്റെ വാല്യൂ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എലമെന്ററി ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് E is equal to 1.6 into 10⁻⁻19 കൂളമ്പാണ്. അതാണ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ചാർജ് ഓഫ് ആൻ
electron. It is equal to 1.6 into 10 raised to minus 19. അപ്പോൾ n1 ആണെങ്കിൽ എന്താ പറ്റുക? Q is equal to plus or minus 1.6 into 10 raised to minus 19 കൂളം അല്ലേ? അല്ലെങ്കിൽ എന്താണ് 2 ആണെങ്കിലോ പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു 1.6 ഇൻറ്റു 10 raised to minus 19 കൂളം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 3 ഇൻറ്റു അങ്ങനെയാണ് എപ്പോഴും ചാർജ് പോകുന്നത്. അതിനെയാണ് നമ്മൾ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചാർജിന്റെ പ്രോപ്പർട്ടീസ്. അപ്പം വളരെ ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഈ ഒരു പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജ് എപ്പോഴും അഡിറ്റീവ് ഇൻ നേച്ചർ ആണ്. അതുപോലെ ചാർജ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതുപോലെ ചാർജ് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആണ്. നമുക്ക് അവരെ ക്വാണ്ടൈസ്ഡ് ആയിട്ട് എഴുതാൻ പറ്റും. ഇൻറ്റീജർ വാല്യൂസിന്റെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ശരിക്കും ചാർജ് എന്ന് പറയുന്നത്. പ്ലസ് ഓർ മൈനസ് NE, where E is the elementary charge or the charge of an electron, and it is equal to 1.6 into 10 raised to minus 19 coulomb. And n എന്ന് പറയുന്നത് ആരാണ്? n is the integral multiple, so n can take values 1, 2, 3 etc. അപ്പൊ ഇത്രയാണ് ചാർജിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ചാർജിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് are there in 1 coulomb of charge? അങ്ങനെയാ ചോദിച്ചിരിക്കുന്നത്. How many electronic charges are there in 1 coulomb of charge? എങ്ങനെ കണ്ടുപിടിക്കും? എത്ര ഇലക്ട്രോണിക് ചാർജസ് ആണുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഉള്ളത്. Q is equal to plus or minus NE എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ? Q is equal to plus or minus NE. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്തൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്? കൂളംബ്, നമുക്ക് എത്ര ചാർജ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. Q is equal to 1 കൂളംബ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? N നമുക്കറിയാമോ? അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഹൗ മെനി, നമ്പർ അല്ലേ ചോദിച്ചേക്കുന്നത്, എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നമുക്കറിയില്ല. പിന്നെ എയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10 raised to minus 19 കൂളംബ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ടുകൊടുക്കാം. Q is equal to NE. ഓക്കെ, ആ പ്ലസ് ഓർ മൈനസ് ചാർജ് അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിന്റെ വാല്യൂ നോക്കാൻ പോവല്ലേ. അപ്പൊ നമുക്ക് N അറിയില്ലല്ലോ. സോ N is equal to Q by E. N is equal to Q by E. സോ N is equal to, അപ്പോൾ N is equal to Qന് പകരം എന്ത് എഴുതാം? 1 ഡിവൈഡഡ് ബൈ Eക്ക് പകരം 1.6 ഇൻറ്റു 10 raised to minus 19 എന്ന് എഴുതാം. അപ്പം നമുക്ക് കിട്ടുന്നത് 6.25 ഇൻറ്റു 10 raised to minus 18 കൂളംബ് എന്നായിരിക്കും. ഞാൻ പറയുന്നു ഈ വാല്യൂ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ 1 കൂളംബ് ഓഫ് എ ചാർജ്? ഒരു കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് ചോദിക്കും. ഓക്കെ, സോറി, ഇവിടെ കൂളംബ് ആണ് വരുന്നത്, അല്ല ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, അപ്പോൾ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ആണ് ഒരു കൂളംബ് ചാർജിലുള്ളത്? 1 കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6.25 ഇൻറ്റു 10 raised to minus 18 ഇലക്ട്രോൺസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റിലെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കേ. A comb drawn through a person's hair causes 10 raised to 22 electrons to leave the person's hair and stick to the comb. ഒരാള് മുടി ചെയ്യി, അപ്പോൾ ആ കോമ്പിലേക്ക് എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു? 10 raised to 22 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് ദ ചാർജ് ക്യാരിഡ് ബൈ ദ കോംബ്. കോമ്പിന് എത്ര ചാർജ് കിട്ടി എന്നുള്ളതാണ്, എത്ര ചാർജ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കാറുള്ളത്. അപ്പൊ നമുക്കിവിടെ ഇത്തവണ ആരെയാണ് തന്നിരിക്കുന്നത്? ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ്. എത്ര ഇലക്ട്രോൺസ് അവിടെ ട്രാൻസ്ഫർ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്, ലീവ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് N വാല്യൂ ആണ്. N is equal to 10 raised to 22 electrons. Okay, to leave the person's hair and stick to the comb. ഈ നമുക്ക് ഓൾറെഡി അറിയാം. ഈ എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10 raised to minus 19 കൂളംബ് ആണല്ലോ. അതെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ചാർജ് ക്യാരിഡ് ബൈ ദ കോംബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം.
Q is equal to NE എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? എന്നിന് പകരം നമ്മൾ 10⁻22 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 എന്ന് വരും. ഇനി ചാർജ് ഇവിടെ കോംബ് എന്താ ചെയ്യുന്നത്? കോംബ് ഇവിടെ എന്താ ചെയ്യുന്നത്? The comb drawn through the person's hair causes 10⁻22 electrons to leave the person's hair. അതായത് പേഴ്സന്റെ അയാളുടെ ചെയ്യുന്ന ആളുടെ മുടിയിൽ നിന്നും 10⁻22 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു? ലീവ് ചെയ്യിപ്പിച്ചു. ആര്? കോംബ്. അതായത് ഇലക്ട്രോൺസിനെ, ഈ 10⁻22 ഇലക്ട്രോൺസിനെ കോംബ് അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അത് ഏത് സൈൻ ആയിരിക്കും ഇനി ഒരു ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ? നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക, അല്ലെ? നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക. കാരണം ഇലക്ട്രോൺസിനെ കോംബ് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നതും കോംബിന്റെ ചാർജാണ്. അതുകൊണ്ട് നമ്മളിവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കും. സോ നമുക്ക് കോംബിന്റെ ചാർജായിട്ട് കിട്ടുന്ന എത്രയാണ്? 1.6 ഇൻറ്റു 10⁻22 ഇൻറ്റു 10⁻⁻19 എത്ര വരും? 10⁻3 എന്ന് വരും. അപ്പോൾ -1.6 ഇൻറ്റു 10⁻3 കൂളംബാണ് അവിടുത്തെ ചാർജ് carried by the comb. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന് ചെയ്യുന്നത്. ഇത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയുക, 2 സ്റ്റെപ്പിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു പ്രോബ്ലംസ്, എന്നാൽ അവിടെ കൺസെപ്റ്റും വേണം. അപ്പോൾ അത്തരം പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താ പറയുക, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചാർജാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്ത്. ചാർജ് എന്താണെന്ന്, ചാർജിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ചാർജിനെ എങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ഒരു ബോഡി ഡെവലപ്പ് ചെയ്യാം എന്ന് പഠിച്ചു. ഏറ്റവും ലാസ്റ്റായിട്ട് പഠിച്ചത് ചാർജിൻ്റെ പ്രോപ്പർട്ടീസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ക്ലാസ്. താങ്ക് യു.